സെക്കൻഡ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞു. ഇപ്പോൾ ശരിക്കും ഒരു നിങ്ങൾ വിദ്യാർത്ഥികളുടെ ഒരു മൈൻഡ് സെറ്റ് നോക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ സന്തോഷിക്കുന്ന ആളുകളുണ്ട്, ചില ആളുകൾ വിഷമിച്ചിരിക്കുന്ന ആളുകളുണ്ട്, ചില ആളുകൾക്ക് സന്തോഷമില്ല വിഷമമില്ല. കാരണം അവർ പഠിച്ചല്ലെങ്കിൽ അവർ ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയ സ്കൂളിൽ തന്നെയായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ഈ പറയപ്പെടുന്ന 3 വിദ്യാർത്ഥികളും ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ട കാര്യം, അതിൽ ഏറ്റവും കൂടുതൽ സംശയങ്ങൾ ചോദിക്കുന്ന കാര്യം, സാറേ എനിക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് ഒരു സ്കൂളിൽ കിട്ടി, ഞാൻ അവിടെ താൽക്കാലികമായി ജോയിൻ ചെയ്തു, ടെമ്പററി ആയി ജോയിൻ ചെയ്തു, ഇപ്പോൾ എനിക്ക് സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടിയ സ്കൂൾ അതേ സ്കൂൾ തന്നെയാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെന്റ് അല്ലെങ്കിൽ നിങ്ങൾ ടെമ്പററി ജോയിൻ ചെയ്ത സ്കൂൾ തന്നെയാണ് നിങ്ങൾ കിട്ടിയതെങ്കിൽ തേർഡ് അലോട്ട്മെന്റ് എന്ന അലോട്ട്മെന്റ് കൂടി വരാനിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ആ സ്കൂളിൽ വീണ്ടും ടെമ്പററി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാം. അതായത് ടെമ്പററി ജോയിൻ ചെയ്ത സ്ഥലത്ത് വീണ്ടും ഒരു അലോട്ട്മെന്റ് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ടെമ്പററി ആയിട്ട് തന്നെ ജോയിൻ ചെയ്യാം. അവിടെ പെർമനന്റ് ആയി ജോയിൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമ്പർ 1 ക്ലിയർ ആയല്ലോ. ഇനി ശ്രദ്ധിക്കുക, അതായത് അലോട്ട്മെന്റ് കിട്ടാത്ത കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ പറഞ്ഞു വ്യൂ റാങ്ക് കാണാം. നിങ്ങളുടെ അലോട്ട്മെന്റ് സെക്കൻഡ് അലോട്ട്മെന്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വ്യൂ റാങ്ക് കാണാം. ആ റാങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കാണാൻ സാധിക്കും? നിങ്ങളുടെ റാങ്കും നിങ്ങൾ കൊടുത്ത സ്കൂളിൽ ഏറ്റവും അവസാനം എടുത്ത റാങ്കും എത്രയാണെന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ അയ്യോ എനിക്കൊന്നും കിട്ടിയില്ലല്ലോ എന്ന് വിഷമിച്ചിരിക്കല്ല വേണ്ടത്. എൻ്റെ അടുത്ത അലോട്ട്മെന്റിൽ 3ാമത്തെ അലോട്ട്മെന്റിൽ എനിക്ക് ഏത് കിട്ടാനാണ് സാധ്യത എന്ന് കൃത്യമായി നിങ്ങൾ പരിശോധിക്കുക. നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത വീഡിയോയിൽ എങ്ങനെയാണ് നോക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഒരുപാട് സംശയങ്ങൾ, ഇങ്ങനെ പല സംശയങ്ങൾ, അപ്പോൾ അധികം സംശയങ്ങളൊന്നും വേണ്ട. അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം വളരെ ശ്രദ്ധയോടെ ശ്രദ്ധിക്കുക. പെർമനന്റ് ആയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്ത സ്കൂളാണെങ്കിൽ പെർമനന്റ് ആയി സ്കൂളിൽ ഒന്നും ചെയ്യാനില്ല. ഇനി ടെമ്പററി നിങ്ങൾ ജോയിൻ ചെയ്ത സ്കൂളാണെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അടുത്ത ഒരു അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. കാരണം ഹയർ ഓപ്ഷൻസ് ഇനി ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾ അവിടെ പെർമനന്റ് ആയി ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ക്ലിയർ ആണല്ലോ. ഇനി പല ആളുകളും അഡ്മിഷന്റെ ഓൺലൈൻ സബ്മിറ്റ് കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചു അല്ലെങ്കിൽ ഫൈനൽ സബ്മിഷൻ കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം കൊണ്ടൊക്കെ ഈ അലോട്ട്മെന്റിൽ നിന്ന് പുറത്തായ വിദ്യാർത്ഥികളാണെങ്കിൽ അവരും ടെൻഷൻ അടിക്കുക. അവർക്ക് എന്തുണ്ട്, സപ്ലിമെന്ററി അലോട്ട്മെന്റ് വരുന്ന സമയത്ത് ആദ്യം മുതൽ നമ്മൾ എങ്ങനെയാണ് ഓൺലൈനായിട്ട് അലോട്ട്മെന്റ് ഫോം ഫില്ല് ചെയ്തത് അതുപോലെ തന്നെ ആദ്യം മുതൽ ചെയ്യാനുള്ളൊരു സമയം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ക്ഷമയോടുകൂടി കാത്തിരിക്കുക. സീറ്റൊക്കെ കിട്ടുമെന്ന പ്രതീക്ഷയിൽ തന്നെ ഇരിക്കുക. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സപ്ലിമെന്റ് അലോട്ട്മെന്റ് തേർഡ് അലോട്ട്മെന്റ് ഒക്കെ വരുമ്പോഴേക്കും ഏറെക്കുറെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ സ്കൂളിലൊക്കെ സീറ്റ് കിട്ടും. ഓക്കെ, വളരെ പോസിറ്റീവ് ആയിട്ടിരിക്കാം, വിഷമിച്ചിരിക്കൊന്നും വേണ്ട, ഇതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കൊന്നും വേണ്ട. സപ്ലിമെന്ററി അലോട്ട്മെന്റ് വരെ സമയമുണ്ട്. ക്ഷമയോടുകൂടി കാത്തിരിക്കുക. നമ്മളെ ദൃശ്യം 2 പറഞ്ഞ ഡയലോഗ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത് എന്താ, സമയമെടുക്കും, ക്ഷമയോട് കാത്തിരിക്കാം.